ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിനും സിപിഎമ്മിനുമെതിരെ വീണ്ടും അഴിമതി ആരോപണങ്ങളുമായി ബിജെപി നേതാവ് സന്ദീപ് വാര്യർ. ബാങ്കിൽ ഒരു ക്രമക്കേടും ഇല്ലെന്ന് പറയുന്ന പി മമ്മിക്കുട്ടി എംഎൽഎ ഇത് സംബന്ധിച്ച് പാർട്ടി നടത്തിയ അന്വേഷണങ്ങളും നടപടികളും അറിഞ്ഞില്ലെന്നാണോ പറയുന്നതെന്നും സന്ദീപ് വാര്യർ ചോദിച്ചു. ഒരു രേഖ പോലും ഇല്ലാതെ സിപിഎമ്മിൻ്റെ നേതാക്കൾക്ക് ബാങ്കിൽ നിന്ന് വായ്പ കൊടുത്തിട്ടുണ്ടെന്നും ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് ഈ ക്രമക്കേടുകളെല്ലാം നടന്നിരിക്കുന്നതെന്നും കേന്ദ്ര ഏജൻസികളുടേതുൾപ്പെടെ സമഗ്രമായ അന്വേഷണം ബിജെപി ആവശ്യപ്പെടുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിനെതിരെ ചില തെളിവുകളുമായും പരാതിക്കാരായ ദമ്പതികളെ നേരിൽ പങ്കെടുപ്പിച്ചുമാണ് സന്ദീപ് വാര്യർ തിങ്കളാഴ്ച ചെർപ്പളശ്ശേരിയിൽ മാധ്യമങ്ങളെ കണ്ടത്. ബാങ്കിൽ ഒരു ക്രമക്കേടും നടന്നിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം പി മമ്മിക്കുട്ടി എംഎൽഎ നടത്തിയ പ്രസ്താവന ഇത് സംബന്ധിച്ച പാർട്ടി നടത്തിയ അന്വേഷണങ്ങളും നടപടികളും അറിയാഞ്ഞിട്ടാണോ എന്നും സന്ദീപ് വാര്യർ ചോദിച്ചു. എന്തിനാണ് മമ്മിക്കുട്ടി വെപ്രാളം പിടിക്കുന്നത്? എന്താണ് അദ്ദേഹത്തിന് ഇത്ര ഭയം? ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു സിപിഎമ്മിൻ്റെ നേതൃത്വം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അർബൻ ബാങ്കിലെല്ലാം കൃത്യമാണ്, യാതൊരു പ്രശ്നവുമില്ല എന്നാണ് എംഎൽഎ പറയുന്നതെങ്കിൽ എംഎൽഎ ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എല്ലാം ശ്രീ മമ്മിക്കുട്ടി സിപിഎമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിപിഎമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഈ ബാങ്കിലെ അഴിമതികൾ അന്വേഷിക്കാൻ വേണ്ടി, ക്രമക്കേടുകൾ, പരാതികൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു സമിതിയെ വെച്ചല്ലോ. എല്ലാം സുഭദ്രമാണെങ്കിൽ എന്തിനാണ് മമ്മിക്കുട്ടി അംഗമായിട്ടുള്ള സിപിഎമ്മിൻ്റെ ജില്ലാ ഘടകം ഇത് അന്വേഷിക്കാൻ വേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്? എല്ലാം സുഭദ്രമാണെങ്കിൽ എന്തിനാണ് ബാങ്കിന് ഒരു ഇൻറ്റേർണൽ സമിതി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയത്? എല്ലാം സുഭദ്രമാണെങ്കിൽ എന്തിനാണ് വല്ലപ്പുഴയിലെ ലോക്കൽ സെക്രട്ടറി എന്ന നാസറിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത്? എല്ലാം സുഭദ്രമാണെങ്കിൽ എന്തിനാണ് ബാങ്ക് മാനേജരായിരുന്ന ആനന്ദവല്ലിക്കെതിരെ നടപടിയെടുത്തത്? എല്ലാം സുഭദ്രമാണെങ്കിൽ എന്തിനാണ് ബാങ്കിൻ്റെ ചെയർമാനായിരുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള നന്ദകുമാറിൻ്റെ സഹോദരൻ ഗംഗാധരനെതിരെ നടപടിയെടുത്തത്, പിന്നീട് പുനഃസ്ഥാപിച്ചത്, ആനന്ദവല്ലി ഇപ്പോൾ പുനഃസ്ഥാപിച്ചത്? അപ്പോൾ ആരോപണങ്ങൾ ഉയർന്ന കാലഘട്ടത്തിൽ, പരാതികൾ ഉയർന്നപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടപടിയെടുത്തു എന്ന് വരുത്തി തീർക്കുകയും അതിനുശേഷം അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ബാങ്ക് തട്ടിപ്പുകാരെയും ഒക്കെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാട് സിപിഎമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വം നടക്കുന്നു. സിപിഎമ്മിൻ്റെ ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ തട്ടിപ്പുകൾ മുഴുവൻ മൂടി വെക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുന്നു. സിപിഎം വല്ലപ്പുഴ ഗേറ്റ് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള താഹിർ ബാങ്കിനെതിരെ നൽകിയ ഒരു പരാതിയും സന്ദീപ് വാര്യർ തെളിവായി പത്രസമ്മേളനത്തിൽ കൊണ്ടുവന്നു. താഹിർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പരാതി എന്താ? വളരെ ഗുരുതരമായിട്ടുള്ള പരാതിയാണ്. ആ ഒരൊറ്റ പരാതി മതി, സിപിഎമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി കൊടുത്തൊരൊറ്റ പരാതി മതി ചെർപ്പളശ്ശേരി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലെ ഉദ്യോഗസ്ഥരെയും അതിൻ്റെ ഭരണസമിതിയിൽ ഇരിക്കുന്നവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിടാൻ. അത്ര ഗുരുതരമായിട്ടുള്ള കാര്യമാണ് നടത്തിയത്. സിപിഎമ്മുകാരനായിട്ടുള്ള സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിക്കാണ് ഇതുപോലെയുള്ള ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. എന്താ ദുരവസ്ഥ? സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അപേക്ഷിക്കാതെ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയെ കബളിപ്പിച്ചുകൊണ്ട് 1 ലക്ഷം രൂപയുടെ വായ്പ അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ വന്നിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറി അറിയാതെ. സിപിഎമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി എന്തായാലും ബിജെപിയുടെ താല്പര്യം വെച്ചിട്ട് നുണ പറയില്ലല്ലോ, പരാതി കൊടുക്കില്ലല്ലോ. പ്രായമായ ഒരു വിമുക്ത ഭടന്റെയും ഭാര്യയുടെയും പേരിൽ നിക്ഷേപിച്ച പണത്തിൽ 1 ലക്ഷം രൂപ അവരെ കബളിപ്പിച്ച് ബാങ്ക് തട്ടിയെടുത്തെന്ന ആരോപണവും സന്ദീപ് വാര്യർ പുതുതായി ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് പത്മനാഭൻ എന്നാണ്. അദ്ദേഹം വിമുക്ത ഭടനാണ്, രാജ്യത്തിന് വേണ്ടി അതിർത്തിയിൽ സേവനം അനുഷ്ഠിച്ച വിമുക്ത ഭടനാണ്, സീനിയർ സിറ്റിസണാണ് അദ്ദേഹവും ഭാര്യയും. അദ്ദേഹവും ഭാര്യയും 31/7/2013 അർബൻ ബാങ്കിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ, സരസ്വതി എന്നാണ് ഭാര്യയുടെ പേര്, ഭാര്യയുടെ പേരിലുള്ള ഒരു ചെക്ക്, 1 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കുന്നു. അത് ഭാര്യയുടെ പേരിൽ FD ഇടാൻ ആവശ്യപ്പെടുന്നു. പത്മനാഭൻ 1 ലക്ഷം രൂപ ക്യാഷ് കൊടുക്കുന്നു. ആ ക്യാഷിന് അന്ന് തന്നെ FD റെസിപ്റ്റ് കൊടുക്കുന്നു. പത്മനാഭൻ്റെ പേരിൽ FD റെസിപ്റ്റ് കൊടുക്കുന്നു. ഭാര്യയുടെ പേരിൽ കൊടുത്ത ചെക്ക് 2 ദിവസം കഴിഞ്ഞ് അത് ക്യാഷായി വരുന്ന സമയത്ത് അന്ന് FD റെസിപ്റ്റ്, അന്നത്തെ ഡേറ്റിന് FD റെസിപ്റ്റ് കൊടുക്കാമെന്ന് പറയുന്നു. ഇവരിതെല്ലാം വാങ്ങിക്കൊണ്ടുപോയി, പാവങ്ങളാണ്, വാങ്ങിക്കൊണ്ടുപോയി, പ്രായാധിക്യമുള്ള സീനിയർ സിറ്റിസൺസാണ്. അവർ വാങ്ങിക്കൊണ്ടുപോയി വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഓർമ്മ വരുന്നത്.
ഈ കരിവന്നൂർ വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് ഇവർ തങ്ങളുടെ നിക്ഷേപം പ്രായാധിക്യമുള്ളവരാണല്ലോ, നിക്ഷേപം സുരക്ഷിതമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ബാങ്കിൽ പോയി നോക്കുന്ന സമയത്ത് രണ്ടാമത്തെ FD റെസിപ്റ്റ് ഇവർക്ക് ഇഷ്യൂ ചെയ്തിട്ടില്ല. അത് സംബന്ധിച്ച് ബാങ്കിന് പരാതി കൊടുത്തപ്പോൾ ബാങ്ക് തിരിച്ച് ഈ വിമുക്ത പഠനം അയച്ച ഒരു കത്തുണ്ട്. വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയ്ക്ക് ബാങ്ക് നൽകിയിരിക്കുന്ന മറുപടി ഭീഷണിയാണ്. ബാങ്കിൽ നിന്നും 2 ആധാരങ്ങൾ പണയം വെച്ച് 20 ലക്ഷം രൂപ വായ്പയെടുത്ത് തട്ടിപ്പിനിരയായി എന്നാരോപിക്കുന്ന ഹംസ സുനീറ ദമ്പതികളാണ് വാർത്താസമ്മേളനത്തിൽ സന്ദീപ് വാര്യർക്കൊപ്പം പങ്കെടുത്തത്. ഈ വായ്പയിൽ 18 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ടെന്നും എന്നാൽ പിന്നീട് തങ്ങളറിയാതെ വ്യാജ ഒപ്പിട്ട് പലതവണയായി പുതുക്കിയും തങ്ങളുടെ പേരിൽ വ്യക്തിഗത വായ്പകൾ അനുവദിച്ചും വൻതുകയായി ബാധ്യത ഉയർന്നിരിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. 2017 ഹൗസിംഗ് ലോണാണ്ട് 20 ലക്ഷം രൂപ എടുത്തിട്ടുള്ള ശ്രീ ഹംസ, അദ്ദേഹത്തിന് അസുഖങ്ങളൊക്കെ വന്ന് കിടപ്പിലായപ്പോൾ 2016 17 ഒന്നും ഇത് പുതുക്കിയില്ല. അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല. 2016 17 ഒന്നും തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല. 2018 ഇതുമായി ബന്ധപ്പെട്ട ചില നടപടികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി അവർ ബന്ധപ്പെടുന്നു. ആ സമയത്ത് അദ്ദേഹം ബാങ്കിൽ പോകുന്നു. ബാങ്കിൽ പോയ സമയത്ത് അദ്ദേഹത്തോട് വലിയൊരു സംഖ്യ തിരിച്ചടയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സമയത്ത് ജനറൽ മാനേജർ തന്നെ ഒരു ഉപായം പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, 2 ആധാരങ്ങൾ വെച്ചിട്ടാണ് 20 ലക്ഷം ഹൗസിംഗ് ലോൺ തന്നിട്ടുള്ളത്. 2 ആധാരങ്ങൾ വെച്ചിട്ട് അതിൽ ഒരു ആധാരം അത് എടുത്ത് ആ സ്ഥലം ആ സ്ഥലം വിറ്റിട്ട് പൈസ അടയ്ക്കാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ബാങ്കിൽ പ്ലഡ്ജ് ചെയ്തിട്ടുള്ള ഒരു ആധാരം എടുക്കണമെങ്കിൽ ആ തുക അടച്ചു തീർക്കാതെ ആധാരം എടുത്ത് കൊടുക്കാൻ പറ്റില്ല. ബാങ്കിൽ പ്ലഡ്ജ് ചെയ്തിട്ടുള്ളതിൽ ഒരു ആധാരം തിരിച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. എങ്ങനെ? പണം അടയ്ക്കാതെ തിരിച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് ഇദ്ദേഹത്തെ കൊണ്ട് വിൽപ്പിച്ച് ആ ബാങ്കിൽ അപ്പോൾ 5 ലക്ഷം രൂപ അടപ്പിക്കുകയാണ്. ബാക്കി തുക, സ്ഥലം വിറ്റ തുക അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് വേണ്ടി, മോളുടെ വിവാഹത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്തെന്ന് വെച്ചാൽ, തമാശയല്ല, ക്രൂരമായ ഫലിതം എന്താണെന്ന് വെച്ചാൽ 2015 ഈ ലോൺ എടുക്കുന്ന സമയത്ത് മാത്രമാണ് ഇവർ ഒരു ലോൺ എടുക്കാൻ വേണ്ട നടപടിക്രമങ്ങളൊക്കെ പാലിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ തവണത്തെ 2 സാക്ഷികൾ ഒഴിച്ച് ബാക്കി ഒരു സാക്ഷികളും ഇവരറിയാത്തവരാണ്. ഇവർ ബാങ്കിൽ പോയിട്ടേയില്ല. പുതുക്കാൻ വേണ്ടി ഒരിക്കലും ഇവർ അപേക്ഷ കൊടുത്തിട്ടേയില്ല. അങ്ങനെ 20 ലക്ഷം ലോൺ എടുത്തവർ ഒരു വർഷം അത് 23 ആദ്യത്തെ തവണ 23 പുതുക്കുന്നു. അതിനുശേഷം വീണ്ടും സംഖ്യ കൂട്ടുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ 33 ലക്ഷം രൂപ വരെ അത് എത്തിയിട്ടുണ്ട്. 33.5 ലക്ഷം രൂപ വരെ എത്തിയിട്ടുണ്ട്. ഇവരുടെ ഭാര്യ സുനീറയ്ക്കിൻ്റെ പേരിൽ ഒരു തരി സ്വത്ത് പോലുമില്ല. ഇവരുടെ ഭാര്യ സുനീറ ഒരു ജോലിക്കാരിയല്ല, യാതൊരു തരത്തിലുള്ള സ്വത്ത് ഇവർക്കില്ല. പക്ഷേ സുനീറയെ കൊണ്ട് ഭർത്താവിൻ്റെ സ്വത്ത് ജപ്തി ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് 2 ജീവനക്കാരെ വിട്ട് 2 ഒപ്പിടിച്ചതിന് ശേഷം സുനീറയ്ക്ക് 6 ലക്ഷത്തിലധികം രൂപയുടെ 6,35,000 രൂപയുടെ പേഴ്സണൽ ലോൺ അനുവദിച്ചതായി രേഖയുണ്ടാക്കി ആ സംഖ്യയും ഈ ലോണിലേക്ക് അവർ അടപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല, തട്ടിയെടുത്തിരിക്കുകയാണ്. 6,35,000 രൂപ സുനീറയുടെ പേരിൽ വ്യാജ വായ്പയുണ്ടാക്കി. സുനീറ അത്രയും ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടില്ല, ബാങ്കിൽ പോയിട്ടില്ല, സുനീറയ്ക്ക് ആ പൈസ കിട്ടിയിട്ടില്ല. ഇപ്പോൾ സന്ദീപ് സാറ് പറഞ്ഞ പോലെ ഫുള്ള് രേഖകളുള്ള കാര്യങ്ങളാണ്. ഫുള്ള് രേഖകൾ നമ്മൾ ആകെ മേടിച്ചത് സംഗതി ശരിയാണ്. 20 ലക്ഷം രൂപ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു രൂപ പോലും നമ്മളൊരു രൂപ പോലും അവരെ നമ്മൾ ലോൺ എടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം 18 ലക്ഷം രൂപ നമ്മൾ തിരിച്ചടച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഇപ്പോൾ അവരുടെ കണക്കിൽ 43 ലക്ഷം രൂപ ഓൾറെഡി കിടക്കുന്നുണ്ട്. ഈ 10 വർഷം കൊണ്ട് 71 ലക്ഷം രൂപയാണ് സന്ദീപ് സാർ പറഞ്ഞു. ഫുള്ള് രേഖാമൂലമുള്ള കാര്യങ്ങളാണ്. 71 അവർ പറയുന്ന തുക അടയ്ക്കേണ്ടി വന്നാൽ ഇവർ 20 ലക്ഷം ലോൺ എടുത്ത ഇവർ 71 ലക്ഷത്തിലധികം രൂപ അടയ്ക്കേണ്ടി വരും. അപ്രോക്സിമേറ്റ്ലി 15 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരും. കോവിഡ് കാലത്തും കോടികളുടെ വായ്പാ തട്ടിപ്പ് ബാങ്കിൽ നടന്നിട്ടുണ്ടെന്നും പരാതിയുമായി ബാങ്കിൽ പോയി നിസ്സഹായത പറയുന്ന ആളുകളെ പ്രശ്നക്കാരായി ചിത്രീകരിക്കുകയും ഭീഷണിപ്പെടുത്തുകയുമാണെന്നും CPMന്റെ ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് തട്ടിപ്പുകൾ നടന്നിരിക്കുന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. അന്വേഷണം വന്നാൽ CPMന്റെ സമുന്നതരായ നേതാക്കൾ ജയിലിൽ പോകേണ്ടി വരും. RBI മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് RBI സ്പെഷ്യൽ ഓഡിറ്റ് ബാങ്കിൽ നടത്തണം. കേന്ദ്ര ഏജൻസികളുടേതുൾപ്പെടെ സമഗ്രമായ അന്വേഷണം BJP ആവശ്യപ്പെടുമെന്നും ബാങ്കിനെതിരെ പരാതിയുള്ളവർക്കായി ഒരു ഹെൽപ്പ് ഡെസ്ക് BJP ആരംഭിച്ചതായും സന്ദീപ് വാര്യർ പറഞ്ഞു.
അവർ ഇത്തരം പ്രശ്നമുണ്ടാക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി ഒതുക്കുന്നു, അല്ലാത്തവരെ പാർട്ടിയെ വെച്ചിട്ട് ഒതുക്കുന്നു. ഒന്നും രണ്ടുമല്ല, ചെർപ്പളശ്ശേരിയിലെയും വല്ലപ്പുഴയിലെയും തൃക്കടിയിലെയും ഒക്കെ നൂറുകണക്കിന് മനുഷ്യരാണ് അവരറിയാതെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും തങ്ങളുടെ പേരിൽ ലോൺ എടുത്ത് അറിയാതെ നൂറുകണക്കിന് മനുഷ്യർ ഇവിടെ ഉണ്ട്. ആ രേഖകളൊക്കെ ഒരു അന്വേഷണം നടന്നാൽ മാത്രമേ, സമ്പൂർണ്ണമായിട്ടൊരു അന്വേഷണം നടന്നാൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുറത്തു വരിക. ആ അന്വേഷണം വരാൻ തടസ്സം നിൽക്കുകയാണ് ഇപ്പോൾ CPM നേതൃത്വം, സർക്കാർ. അന്വേഷണം നടന്നാൽ CPMൻ്റെ സമുന്നതരായ നേതാക്കൾ ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകും. BJP മണ്ഡലം പ്രസിഡന്റ് P. ജയൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി K. ഹരിദാസൻ, വിപിൻ പുളിങ്ങര എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. MA Sons Gold and Diamonds, MA Tower, Main Road, ചെർപ്പളശ്ശേരി.